അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ വരുവാൻ കർത്താവ് സഹായിച്ചു. അതിന് കാരണമായിരിക്കുന്നത് ഒരു അലക്സ് എന്ന് പറയുന്ന അദ്ദേഹം യഹോവ സാക്ഷിക്കാരനാണെന്ന് തോന്നുന്നു. ആ യഹോവ സാക്ഷി സഹോദരൻ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന, കൊച്ചിയിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിനു വേണ്ടി വിശ്വസ്തമായി സത്യവചനം മറ്റുള്ളവരെ പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസന് കൂടെ മെസ്സേജ് അയക്കും. എന്നെ അത് പലപ്പോഴും കാണിക്കാറുണ്ട്. അപ്പൊ ഈ മെസ്സേജിന് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാൻ അറിയാം. എങ്കിലും എന്റെ കയ്യിൽ ഇത് ലഭിച്ചപ്പോൾ ഇതിലൊരു മറുപടി നൽകുന്നത് ആവശ്യമെന്ന് തോന്നി. ഇനി മുഖവരിയായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഞങ്ങൾ കേരളത്തിൽ JCNDSD എന്ന ഒരു ഗ്രൂപ്പിലൂടെ ക്രൈസ്തവ സമൂഹത്തിന്റെ തെറ്റായ പഠിപ്പിക്കലിന് എതിരായിട്ട്, ആ പഠിപ്പിക്കൽ ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള പഠിപ്പിക്കലുകൾ ആരൊക്കെ നടത്തുന്നുവോ അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ പലരെയും ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, ലൈവ് നടത്താറുണ്ട്. സന്തോഷത്തോടെ കടന്നു വരുന്നവരെ അവരുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കും. ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവരിൽ നിന്നും മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ അലക്സ് എന്ന് പറയുന്ന വ്യക്തി പള്ളിപ്പുറംകാരനാണ്. അദ്ദേഹം കടന്നു വരാനായിട്ട് കഴിയുമെങ്കിൽ, ഇനി അദ്ദേഹം വേണ്ട, അദ്ദേഹത്തിന്റെ യഹോവ സാക്ഷികളുടെ മൂപ്പന്മാരോ മൂപ്പന്മാരെന്നാണോ അവരുടെ അധികാരികളെ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ നല്ല പാണ്ഡിത്യമുള്ള, അവരെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരുമായിട്ട് ഞങ്ങൾ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ സംവാദം നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഇന്ത്യയിലെ സാധാരണ ഏതു ഭാഷയിലും, ഇപ്പോൾ മലയാളമാകട്ടെ, ഹിന്ദിയാകട്ടെ, തമിഴാകട്ടെ, അതുപോലെ ഇംഗ്ലീഷാകട്ടെ, ഇനി മറാഠിയാകട്ടെ, ഏതു ഭാഷകളിലും സംസാരിക്കാൻ തയ്യാറുള്ളവർ ഉണ്ടെങ്കിൽ, എനിക്ക് ഈ ഭാഷകളൊന്നും കൈകാര്യം ചെയ്യാൻ, എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. എങ്കിൽ തന്നെയും ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. അവർ നിങ്ങൾക്ക് മറുപടി തരും. നിങ്ങളുടെ സഭയുടെ ഏതു നേതാക്കന്മാരോ ആരു തന്നെയായാലും ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ മെസ്സേജ് ഇട്ട കൊച്ചിയിലെ സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി അനേകരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൈവദാസന്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജാണ്. അതിൽ നിന്ന് ചില മറുപടികൾ തരുവാനായിട്ട് താല്പര്യപ്പെടുക. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവസാക്ഷിക്കാരനാണ് എന്ന് തോന്നുന്നു. ഇനി യേശുവിന്റെ മരണത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് നോക്കാം. യേശു കൊല്ലപ്പെടുന്നതും കല്ലറയിൽ അടക്കപ്പെടുന്നതും സ്വർഗത്തിൽ നിന്നും വീക്ഷിച്ച യഹോവ മൂന്നാം നാൾ യേശുവിനെ ഉയർപ്പിച്ചു. അപ്പോൾ യേശുവിനെ ഉയർപ്പിച്ചെന്നുള്ള അദ്ദേഹത്തിന്റെ വചന തെളിവുകൾ അപ്പോസ്തല പ്രവൃത്തി 2:24, 32:1, പത്രോസ് 1:3, 21 വാക്യങ്ങൾ നോക്കുക എന്നത് എഴുതിയിട്ടുണ്ട്. യേശു അല്ലെ ജീസസ് ഇപ്പോൾ സ്വർഗത്തിൽ യഹോവയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ഉടനെ യേശുയുടെ ഭൂമിയുടെ ഭരണം ഏറ്റെടുക്കും. സങ്കീർത്തനം 110:1-2 വാക്യം, മത്തായി 24:30 വാക്യം. തുടർന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ന്യായം വിധിക്കും. സമയം സമാഗതമായിരിക്കുന്നു, അതുകൊണ്ട് ഉണർന്നും ജാഗരിച്ചും ഇരിപ്പിൻ. യേശു വളരെ വ്യക്തമായി പറയുന്നു,
എന്നോട്, അതായത് ബ്രാക്കറ്റിൽ പുള്ളി കൊടുത്തിട്ടുണ്ട്, യേശുവിനോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ, യഹോവയുടെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് ഇവിടെ നമ്മൾ, അദ്ദേഹം ആ യഹോവ സാക്ഷിക്കാരൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനമാണ്. അത് ഞങ്ങൾ ഒരിക്കലും നിഷേധിക്കുകയില്ല. ദൈവവചനം ഉള്ളതുപോലെ പഠിപ്പിക്കുന്നു. ബൈബിളിൽ നിന്ന് തന്നെ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് മാത്രമാണ് ഞങ്ങൾ സർവ്വസാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്, യഹോവ സാക്ഷി എന്ന് പറയുന്നവരെ പൊതുവെ ദുരുപദേശകരാണ്. അവർക്ക് വചനത്തിൽ നിന്ന് അവർക്ക് കാര്യ ഗൗരവമായിട്ട് അവര് യഹോവ എന്നുള്ളൊരു വിഷയത്തിന്മേൽ അവർ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ബൈബിളിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്യം എടുത്തിട്ട് അതുമാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് അതുമാത്രം തെളിയിക്കുവാൻ നടക്കുന്നത് വലിയ അബദ്ധമാണ്, വിഡ്ഢിത്തമാണ്, ഭോഷത്വമാണ്. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കണമെങ്കിൽ ബൈബിളിൽ പഠിപ്പിക്കുന്ന വിധം പഠിപ്പിക്കണം. തിരുവചനത്തിൽ പറയുന്ന ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് ദൈവത്തെ സമർത്ഥിക്കാൻ നോക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, അബദ്ധമാണ്, വിഡ്ഢിതമാണ്. പൊട്ടക്കണ്ണൻ 4 പൊട്ടക്കണ്ണന്മാർ ആനയെ പിടിക്കാൻ പോയതുപോലെ ഇരിക്കും. കണ്ണ് കാണത്തില്ല, കാഴ്ചയില്ല, കാഴ്ച നഷ്ടപ്പെട്ടു. ഒരാള് ആന ചൂല് പോലെ ഇരിക്കുന്നു പറഞ്ഞു, മറ്റൊരാള് ആന മുറം പോലെ ഇരിക്കുന്നു പറഞ്ഞു, മറ്റൊരാള് ആണ് തൂണ് പോലെ ഇരിക്കുന്നു പറഞ്ഞു. ഇവര് 3 അല്ലെങ്കിൽ 4 പേര് പറഞ്ഞു. അത് പറഞ്ഞത് തെറ്റാണോ? തെറ്റല്ല, ശരിയാ. പക്ഷെ അവർക്ക് ഏതെങ്കിലും ഒരു വശം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആനയുടെ വാലെ പിടിച്ചിട്ട് ആന ചൂല് പോലെ ഇരിക്കുന്നെന്നും, കാലെ പിടിച്ചിട്ട് ആന തൂണ് പോലെ ഇരിക്കുന്നുവെന്നും, ചെവിയിൽ പിടിച്ചിട്ട് ആന മുറം പോലെ ഇരിക്കുന്നുവെന്നും, അതിന്റെ തുമ്പിക്കയിൽ പിടിച്ചിട്ട് ആനയെ ഒരു ഉരുള് പോലെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒലക്ക പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ആശയം വെച്ച് നോക്കുമ്പോൾ അത് ശരിയാ. പക്ഷെ ആനയെ കാണാനുള്ള കാഴ്ചപ്പാട് അവർക്കില്ല. ഇപ്രകാരമാണ് ദൈവത്തെക്കുറിച്ചുള്ള ഇന്നുള്ള ചിലരുടെ പഠിപ്പിക്കൽ. അത് പഠിക്കേണ്ട വിധത്തിൽ പഠിക്കണം. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഈ അലക്സ് എന്ന് പറഞ്ഞ ഈ സഹോദരന്റെ മെസ്സേജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇദ്ദേഹം യേശുവിനെയും പിതാവിനെയും 2 വ്യക്തികളാക്കി കാണുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ തെറ്റു പറയുന്നില്ല, കാരണം അത്രേ അദ്ദേഹം പഠിച്ചിട്ടുള്ളൂ. അതേ വിവരം മാത്രമേ ഉള്ളൂ. കാരണം യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ 1, ഇദ്ദേഹം ദൈവം ആരെന്ന് പഠിക്കണം. 2, യേശുക്രിസ്തു ആരാണെന്ന് പഠിക്കണം. ദൈവത്തിൽ എത്ര ആളത്വമുണ്ടെന്ന് പഠിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പഠനത്തിലെ കുഴപ്പങ്ങൾ. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സാധാരണ മനുഷ്യന്റെ പരിചയം വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ അവിടെ നമുക്ക് തെറ്റുപറ്റും. സാധാരണ ദൈവവും അല്ലെങ്കിൽ പിതാവും പുത്രനും 2 വ്യക്തികളാണോ, അല്ലെങ്കിൽ പിതാവും ദൈവവും പുത്രനും 2 വ്യക്തികളാണെന്നുള്ള പഠിപ്പിക്കലിൽ നിന്നാണ് ഈ ആശയങ്ങൾ കിട്ടുന്നത്. ഇവർക്കിത് എവിടെ നിന്നാണ് ഈ പഠിപ്പിക്കൽ കിട്ടുന്നത്? മാനുഷികമായ പരിഗണനയിൽ, മാനുഷികമായിട്ടുള്ള ചിന്ത അവരെ അലട്ടുന്നത് കൊണ്ടാണ്. കാരണം പിതാവും പുത്രൻ 2 വ്യക്തികളല്ലേ? 2 വ്യക്തികളാ, എന്താ സംശയം? ചിലപ്പോൾ ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണോ നിങ്ങളുടെ മകൻ? നിങ്ങളുടെ മകനാണോ നിങ്ങളുടെ പിതാവ്? ഒരു വ്യക്തിക്ക് എങ്ങനെ, 2 വ്യക്തിക്ക് എങ്ങനെ അപ്പനും മകനും എങ്ങനെ ഒരു വ്യക്തിയാകാൻ കഴിയും? ന്യായമായ ചോദ്യമാണ്. അങ്ങനെ സാധിക്കുമോ? ഒരിക്കലുമില്ല.
ഇതേത് വ്യവസ്ഥയിൽ അവർ ചോദിക്കുന്നത്? അവർക്ക് പരിചയമുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് അവർ ചോദിക്കുന്നു. അത് തെറ്റില്ല, ചോദിച്ചോ. പക്ഷേ ആ ധാരണയിൽ ദൈവത്തെ പഠിക്കാൻ നിന്നാൽ നമുക്ക് അബദ്ധം പറ്റും. ഏത് ധാരണയിൽ? നമ്മുടെ മാനുഷികമായിട്ടുള്ള പഠനം വെച്ചുകൊണ്ട് മാനുഷിക ചിന്തയിൽ ദൈവത്തെ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ തെറ്റാണ്. എനിക്ക് തന്നെ എന്റെ മകനാകാൻ പറ്റുമോ? പറ്റുകയില്ല. എന്റെ മകന് ഞാനാകാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാനും എന്റെ മകൻ രണ്ട് വ്യക്തികളല്ലേ? അതേ, രണ്ട് വ്യക്തികളാ. അതേത് പരിഗണനയാ? മാനുഷിക പരിഗണന. മനുഷ്യൻ എന്ന നിലയിൽ അങ്ങനെ പറ്റൂ. മനുഷ്യനെ കൊണ്ട് സാധിക്കുകയില്ല, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യേശുക്രിസ്തു എന്താ പറഞ്ഞത്? യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവരാ, മണ്ണുകൊണ്ടുള്ളവരാണ് നിങ്ങൾ. ഞാൻ മണ്ണുകൊണ്ടുള്ളവനല്ല, ഞാൻ സ്വർഗീയനാ. അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പവാ. ഹല്ലേലൂയ. അത് തന്നെയല്ലേ യേശു പറഞ്ഞു, മനുഷ്യന് കഴിയാത്തതെന്തും ദൈവത്തിന് കഴിയുമെന്ന. മനുഷ്യരാൽ അസാധ്യം, ദൈവത്താൽ സകലവും സാധ്യം. ദൈവത്തിന് പിതാവാകാനും ദൈവത്തിന് പുത്രനാകാനും കഴിയും. ബൈബിളിൽ ഒത്തിരി തെളിവുകളുണ്ട് കേട്ടോ. ആ തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കമന്റിലൂടെ നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിച്ചാൽ, നേരിട്ട് വന്ന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, JCND-SD എന്ന ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഇങ്ങനെ സംവാദം നടത്താറുണ്ട്. സ്നേഹ സംവാദം. ഏറ്റുമുട്ടലും വഴക്കുമൊന്നുമല്ല. പലരും ഇട്ടിട്ട് പോയിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. കൊടുക്കണമല്ലോ, നമുക്കൊരു ആയുസേ ഉള്ളൂ. ഈ ആയുസിൽ നമുക്ക് അറിയാവുന്ന സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. അപ്പോൾ ഞാൻ മനുഷ്യനല്ല, നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവൻ, ഞാൻ മണ്ണുകൊണ്ടുള്ളവനല്ല എന്ന് പറയുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു. ഹല്ലേലൂയ. അവൻ ദാവീദിന്റെ, നമുക്കറിയാം, ഒരു വ്യക്തിക്ക് തന്നെ രണ്ട് പദവിയിൽ ഇരിക്കാൻ കഴിയും എന്ന് മാനുഷിക നിയമം വെച്ചുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. എന്നാൽ ഒരു വ്യക്തിക്ക് തന്നെ അപ്പനും മകനുമാകാൻ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ തന്നെ മകനാകാനും അതേ വ്യക്തിയുടെ തന്നെ പിതാവാകാനും ഒരു വ്യക്തിക്ക് കഴിയില്ല. പക്ഷെ ഒരു വ്യക്തിക്ക് രണ്ട് പദവി എടുക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു ഇവനെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ ദാവീദിന്റെ വേരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിന്റെ വേര്, ദാവീദിന്റെ വംശം എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ദാവീദിന്റെ വേരെന്ന് പറഞ്ഞാൽ ദാവീദിനെ ഇങ്ങോട്ട് മുളപ്പിച്ചു കൊണ്ടുവന്ന, ദാവീദിനെ ഇവിടെ പ്രത്യക്ഷപ്പെടുത്തിയ, ദാവീദിനെ ഇവിടേക്ക് കൊണ്ടുവന്ന അപ്പനാണെന്ന് അതിന്റെ അർത്ഥം. ഞാൻ ദാവീദിന്റെ വേരും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. ഞാൻ ദാവീദിന്റെ വേരും വംശവുമാണ്. ദാവീദിന്റെ വേരാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദാവീദിന്റെ അപ്പനാണ്. യേശു പറയുക, ഞാൻ ദാവീദിന്റെ വംശമാണ്. വംശം എന്ന് പറഞ്ഞാൽ ശാഖ, ദാവീദിൽ നിന്ന് പുറപ്പെട്ടു വന്ന പുത്രനാണ് എന്നാണ് യേശു പറഞ്ഞത്. അപ്പൊ ദാവീദിന്റെ അപ്പനാകാനും ദാവീദിന്റെ മകനാകാനും ഒരുവന് കഴിയും എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മറ്റൊരു തെളിവും കൂടെ ഞാൻ കൊണ്ടുവരാം. ഒന്ന്, പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ യാഗം കഴിക്കുവാൻ ശുശ്രൂഷ ചെയ്യുന്നത് ആരാ? പുരോഹിതനാ, മഹാപുരോഹിതനാ, അല്ലെ പുരോഹിതനാ. കുഞ്ഞാടിനെ യാഗം കഴിക്കണം. അതിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരാ? പുരോഹിതനാണ് നിൽക്കേണ്ടത്. യേശുക്രിസ്തു ആരാ? യേശുക്രിസ്തു നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനും എന്ന് യേശുക്രിസ്തുവിനെ ഒരു പദവി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാരാ? അത് യേശുവല്ലേ? അതെ. അപ്പൊ യേശുവിന് യാഗവസ്തുവായ കുഞ്ഞാടും യാഗം കഴിക്കുന്ന പുരോഹിതനുമാകാൻ മനുഷ്യന് കഴിയില്ല, യേശുവിന് കഴിയും. മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളത് എല്ലാം യേശുവിന് കഴിയും. അപ്പൊ ഇവിടുത്തെ യഹോവ സാക്ഷികള് ഒന്നാമത് ദൈവം ആരാണെന്ന് പഠിക്കണം. ദൈവത്തിന്റെ പദവികളെ കുറിച്ച് പഠിക്കണം. ദൈവത്തിന്റെ നാമത്തെക്കുറിച്ച് പഠിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്ക് കയറി പറയട്ടെ, യഹോവയുടെ നാമത്തിൽ മനുഷ്യവർഗത്തിന്, ജാതികൾക്ക് രക്ഷയില്ല. യഹോവയുടെ നാമത്തിൽ രക്ഷയില്ല. ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ
ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിന്റെ നാമമല്ലാതെ രക്ഷയ്ക്ക് വേണ്ടി ഈ പുതിയ നിയമകാലത്ത് ഒരു നാമം നൽകപ്പെട്ടിരിക്കുന്നില്ല. ഇനി എല്ലാ നാമത്തെക്കാൾ മേലായ നാമം ആരുടെ നാമമാ? യേശുക്രിസ്തുവിന്റെ നാമമാ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലൊക്കെയും മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയും. സ്വർലോകരുടെയും അതുപോലെ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ നാമത്തെക്കാൾ മേലായ നാമം യേശു എന്നുള്ള നാമമാണ്. സ്വർഗത്തിലുള്ള നാമം ആരുടെയൊക്കെ ഉണ്ട്? യഹോവയുടെ നാമമോ ലൂസിഫറിന്റെ നാമമോ അല്ലെങ്കിൽ ദൂതന്മാരുടെ നാമമോ ആരുടെയൊക്കെ നാമം ആയിക്കൊള്ളട്ടെ, ആ നാമമെല്ലാം ഇങ്ങനെ ലൈനായിട്ട് എഴുതിയാൽ എല്ലാ നാമത്തിനും, സ്വർഗത്തിലുള്ള സകല നാമത്തിനും ഭൂമിയിലുള്ള സകല നാമത്തിനും അധോലോകത്തിലുള്ള സകല നാമത്തിനും മേലായ നാമം, ഏറ്റവും മുകളിൽ എഴുതുവാൻ പര്യാപ്തമായിട്ടുള്ള, ഏറ്റവും മുകളിൽ നിൽക്കുവാൻ ശക്തമായ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അങ്ങനെയെങ്കിൽ യഹോവയുടെ നാമം യേശുവിന്റെ നാമത്തിന്റെ അടിയിലേ നിൽക്കൂ എന്ന് എന്റെ പേര് ജോയി എന്നാണ്. ഈ ജോയി പറയുകയല്ല, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, യഹോവ സാക്ഷികൾ അവർക്ക് ദൈവത്തെ അറിയത്തില്ല. യഹോവ എന്നൊരു പേരറിയാം. ഈ യഹോവയുടെ പ്രവർത്തികൾ അവർക്കറിയത്തില്ല. യഹോവ എങ്ങനെയൊക്കെ ഏതൊക്കെ നിലകളിൽ യഹോവയായ ദൈവം വെളിപ്പെട്ടു എന്ന് അവർക്കറിയത്തില്ല. അവർക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇക്കാലത്തുള്ള പേരും അവർക്ക് അജ്ഞാതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിന് രണ്ട് വിധ പദവികൾ. ഒന്ന്, അവൻ യാഗം കഴിക്കുന്ന മഹാപുരോഹിതനാണ്. രണ്ട്, അവൻ തന്നെയാണ് യാഗ കുഞ്ഞാട്. ഇതെങ്ങനെ കഴിയും? എങ്ങനെ സാധിക്കും? മനുഷ്യന് കഴിയില്ല, മനുഷ്യന് സാധിക്കില്ല. ദൈവത്താൽ ഇത് സാധിക്കും. മനുഷ്യരാൽ അസാധ്യമായിട്ടുള്ളതെല്ലാം ദൈവത്താൽ സാധ്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കണം, യേശുക്രിസ്തുവും യഹോവയും രണ്ട് വ്യക്തികൾ അല്ല. യഹോവയായ ദൈവം, ഇസ്രായേലേ കേൾക്ക, ആവർത്തന വാർണ്ണം 4 അങ്ങനെയാ വായിക്കുന്നത്. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവ, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. യഹോവ എന്നുള്ള പദം ആദ്യം വെളിപ്പെട്ടത് മോശയ്ക്കാണ്. പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ അബ്രഹാമിനും ഇസാക്കിനും യാക്കോവിനും യഹോവ എന്ന നാമം വെളിപ്പെട്ടില്ല എന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്. യഹോവ എന്ന നാമം ആർക്ക് വെളിപ്പെട്ടില്ല? അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോവിനും വെളിപ്പെട്ടില്ല. അവർക്ക് സർവശക്തനായ ദൈവമായിട്ടാണ് വെളിപ്പെട്ടത്. പിന്നെ യഹോവ എന്ന നാമത്തിൽ എപ്പോഴാണ് വെളിപ്പെട്ടത്? യഹോവ സാക്ഷിയായ പ്രിയ സഹോദരൻ ഗ്രഹിക്കാൻ വേണ്ടി പറയുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ബൈബിളിന്റെ ഒരു അല്പം എടുത്ത് പഠിച്ചിട്ട് അതിനെക്കുറിച്ച് കുറച്ച് വാക്യങ്ങൾ എടുത്തിട്ട് അത് മാത്രമാണ് ബൈബിളെന്നും അത് മാത്രമാണ് ബൈബിൾ സത്യമെന്നും ചിന്തിച്ച് മുൻപോട്ട് പോകുന്ന അബദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, യഹോവ എന്ന നാമത്തിൽ മനുഷ്യവർഗത്തിന് രക്ഷയില്ല. യഹോവയുടെ നാമം പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കണ്ട. മനുഷ്യവർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ ഉള്ളൂ, ഒരേക നാമം. അത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്.
അതാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 പറയുന്നത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ശ്രേഷ്ഠമേറിയ നാമമാണ്. ശ്രേഷ്ഠമേറിയ നാമമാണ്. ഹല്ലേലൂയ. അപ്പോ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ കടന്നു വന്ന കുഞ്ഞാട് യേശുവാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു മഹാപുരോഹിതനാണ്. യേശുക്രിസ്തു ദൈവ കുഞ്ഞാടാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു അബ്രഹാമിന്റെ സന്തതിയാണ്. യേശുക്രിസ്തു ദാവീദിന്റെ പുത്രനാണ്. യേശുക്രിസ്തു സ്ത്രീയുടെ സന്തതിയാണ്. യേശുക്രിസ്തു ദൈവപുത്രനാണ്. യേശുക്രിസ്തു മനുഷ്യപുത്രനാണ്. ദൈവപുത്രനെന്നും മനുഷ്യപുത്രനെന്നും പറഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുവെങ്കിലും അതിന്റെ പദവികൾ രണ്ടാണ്. വ്യക്തി രണ്ടല്ല, പദവികൾ രണ്ടാണ്. എന്തിനു വേണ്ടിയാ മനുഷ്യപുത്രൻ വന്നത്? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ വന്നു. എന്തിനു വേണ്ടിയാ ദൈവപുത്രൻ വന്നത്? ദൈവപുത്രൻ എന്തിനാ വന്നത്? പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ കടന്നു വന്നു. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും അതുപോലെ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാലും രണ്ട് ഡ്യൂട്ടികളാണ്, രണ്ട് പദവികളാണ്, രണ്ട് പദ്ധതികളാണ്. ഒരു വ്യക്തിയിലുള്ള രണ്ട് പദവികളാണത്. ഈ പദവികളെ രണ്ടും രണ്ട് വ്യക്തികളാക്കി തീർക്കുന്നതാണ് സാത്താന്റെ വലിയ തന്ത്രം. അതാണ് യഹോവ സാക്ഷികൾ എന്ന് പറയുന്ന വ്യാജം പറയാം. അവർ യഹോവ സാക്ഷികളൊന്നും അല്ല. യഹോവയാരുടെ ദൈവമാണ്? ഇസ്രായേലിന്റെ ദൈവമാണ്. ഇന്ത്യയിൽ കിടക്കുന്ന, കേരളത്തിൽ കിടക്കുന്ന ജാതിയും പറയുക ഞങ്ങൾ യഹോവയുടെ സാക്ഷികളാണെന്ന്. അപ്പോ യഹോവ എന്ന് വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ആര് പഠിക്കണം? ഒന്നാമത് ഇവിടുത്തെ യഹോവ സാക്ഷികൾ പഠിച്ച്, വചനം പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം. ഇനി അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾക്കറിയാവുന്നത് അഹങ്കാരമൊന്നും പറയുകയല്ല. യേശു ആരാണെന്നുള്ള യഥാർത്ഥ വെളിപ്പാടോടുകൂടി തന്നെയാണ് ബൈബിൾ പരിജ്ഞാനത്തോടുകൂടി ബൈബിൾ ഞങ്ങളെ പഠിപ്പിച്ച സത്യം വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ ദാവീദിന്റെ കർത്താവാണെന്ന് പറയുന്നു. യേശുക്രിസ്തുവിനെ ദാവീദിന്റെ പുത്രനാണെന്ന് പറയുന്നു. ഇത് രണ്ടും ശരിയാ? ഒരു വ്യക്തിക്ക് തന്നെ ദാവീദിന്റെ കർത്താവാകുവാനും ഒരു വ്യക്തിക്ക് തന്നെ ദാവീദിന്റെ പുത്രനാകുവാനും കഴിയും. ഇനി മറ്റൊരു തെളിവ് ഞാൻ പറയാം. യെശയ്യാ പ്രവചനം പറയുന്നത് യെശയ്യാ 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ഒരു മകൻ, ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ നിത്യപിതാവ് തന്നെയാണ് ഈ പുത്രനായി, ഈ ശിശുവായി ഇവിടെ വെളിപ്പെട്ടത് എന്ന് ഞാൻ പറയുന്നതല്ല, പ്രവാചകന്മാര് പറയുക. യേശു പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറഞ്ഞിരിക്കുക, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കുറച്ചു ഭാഗം വിശ്വസിക്കാൻ പ്രയാസമില്ല, പക്ഷെ അത് മുഴുവൻ വിശ്വസിക്കണം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്നാണ് യേശു വിളിച്ചിരിക്കുന്നത്. പ്രവാചകന്മാർ പറയുകയാണ് യേശുക്രിസ്തു ആരാ? നിത്യപിതാവാ. യേശുക്രിസ്തു വീരനാം ദൈവമാ. യേശുക്രിസ്തു വീരനാം ദൈവമാണെങ്കിൽ വേറെ വീരനാം ദൈവം ഉണ്ടോ? യേശുക്രിസ്തുവിനെ മഹാദൈവം എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്.
തീത്തോസ് 2:12 മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു. യേശുക്രിസ്തു മഹാദൈവമായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മുടെ രക്ഷിതാവും കൂടെയാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആത്മാവായ ദൈവമായിരിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. തീമോത്തിയോസ് 3:16 നമ്മുടെ മലയാളത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടെന്നാണ്. ആമേൻ. ഏത് ദൈവം? ദൈവം ഒന്നേ ഉള്ളൂ. ദൈവം 2, 3, 4 ഒന്നുമില്ല. ദൈവം ഒന്നേ ഉള്ളൂ. ഏത് ദൈവമോ, ഈ സർവചരാചരത്തെയും സൃഷ്ടിച്ച ഏതു ദൈവമോ ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശുക്രിസ്തുവെന്ന് വിശുദ്ധ ബൈബിൾ വളരെ ശക്തമായി ഉറപ്പിച്ച് തറപ്പിച്ച് പറയുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾ യാഥാർത്ഥ്യം അറിഞ്ഞ് കർത്താവിനെ ആരാധിക്കണം കേട്ടോ. യാഥാർത്ഥ്യം അറിഞ്ഞ് ആരാധിക്കണം. അപ്പോ ഈ സഹോദരന്റെ വാദപ്രകാരം ഞാനത് വായിച്ചല്ലോ. അപ്പോ ദൈവം ആരാണെന്നുള്ള വെളിപ്പാട് ആ സഹോദരൻ ഇല്ല. അതുകൊണ്ടാണ് ആ സഹോദരൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചത്. ഹല്ലേലൂയ. നമുക്കറിയാം, യഹോവയായ ദൈവം ആത്മാവാണെന്നും അദൃശ്യനാണെന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നുവെന്നും വിശുദ്ധ ബൈബിളിലൂടെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുന്നു. അദൃശ്യനായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആത്മാവായ ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. എന്തിനു വേണ്ടിയാ ദൈവത്തിന് ജഡത്തിൽ വെളിപ്പെടേണ്ട ആവശ്യം വന്നത്? നമുക്കറിയാം, 2 എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതികളിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മനുഷ്യര് പാപികളായ ഈ മനുഷ്യൻ ജഡത്തോടും രക്തത്തോടും കൂടിയവരായതുകൊണ്ട് ജഡവും രക്തവും ഇല്ലാതിരുന്ന ആ ദൈവം ജഡത്തിലും ജഡവും രക്തവും എടുത്ത് കടന്നു വന്നു. മക്കൾ ജഡത്തോടും രക്തത്തോടും കൂടിയവരാകൊണ്ട് അവനും അങ്ങനെ വന്നു. ഈ അവനെന്നുള്ള പ്രയോഗത്തിൽ നിന്ന് മക്കളാണ് ഇവിടെ ഇങ്ങനെ വന്നതെങ്കിൽ അവനും അങ്ങനെ വന്നെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പനും വന്നെന്നാ. അപ്പനും അങ്ങനെ തന്നെ വന്നെന്ന്, അല്ലെ പിതാവും അങ്ങനെ തന്നെ വന്നെന്നാ. പിതാവ് ആത്മാവാ കേട്ടോ, ദൈവം ആത്മാവാ. യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവം ജഡമില്ല, രക്തമില്ല. ആ ദൈവം ജഡവും രക്തവും എടുത്ത് കടന്നു വന്നു. എന്തിനു വേണ്ടി? രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാവമോചനമില്ല. ദൈവം വെച്ച വ്യവസ്ഥയാ. ആ വ്യവസ്ഥ പ്രകാരം താൻ തന്നെ കടന്നു വരികയാണ്. രക്തം ചൊരിയണം. ആരുടെ രക്തം? പാവമില്ലാത്തവന്റെ രക്തം. ആദമിന്റെ സന്തത പരമ്പരകളായിരിക്കുന്ന സകല മനുഷ്യരും ആദമിന്റെ പാപനിമിത്തം അവന്റെ രക്തം പാപമുള്ള രക്തമായി. അവന്റെ പാപം പരിഹരിക്കണമെങ്കിൽ പാവമില്ലാത്തൊരുവൻ വരണം. പാവമില്ലാത്തൊരുവൻ പരിശുദ്ധനാണ്. ആരാണ് പരിശുദ്ധൻ? യെശയ്യാവ് 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ. ഹല്ലേലൂയ. അപ്പോൾ പാപപരിഹാരത്തിനു വേണ്ടി രക്തമില്ലാത്തവൻ ആത്മാവായ ദൈവം, വിശുദ്ധനായ പരിശുദ്ധനായ ഏകദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചെങ്കിലേ നിനക്ക് രക്ഷ കിട്ടുകയുള്ളൂ. യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയണം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ എന്താ? യേശുവാണ്
യഹോവയെന്ന് നീ വായ്കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. യേശുവിനെ കർത്താവെന്ന്, യേശുവിനെ യഹോവയെന്ന് വായ്കൊണ്ട് ഏറ്റു പറയണം. എങ്കിലേ രക്ഷ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൊ യഹോവ സാക്ഷിക്ക് രക്ഷയില്ല. യഥാർത്ഥ ദൈവത്തെ അറിയണം. പഴയ നിയമത്തിൽ യഹോവ വെളിപ്പെട്ടത്, യഹോവ എന്ന നാമം വെളിപ്പെട്ടത് എപ്പോഴാ? പുറപ്പാട് പുസ്തകം വായിക്കണം. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിന്റെ അടിമനുഖത്തിൽ കുടുങ്ങുന്ന അവസരത്തിൽ അവരുടെ നിലവിളി സ്വർഗത്തിലെത്തി. അവരുടെ കണ്ണുനീര് കണ്ടു. യഹോവയായ ദൈവം മോശയെ വിളിച്ചു. മോശയോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോവിന്റെയും ദൈവമാണ്. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോവിനും ഞാൻ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്റെ ജനത്തിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു. ഞാൻ യഹോവയാകുന്നു, ഞാനാണ് രക്ഷകൻ, ഞാനാണ് വീണ്ടെടുപ്പുകാരൻ എന്നാണ് അതിന്റെ അർത്ഥം. ഞാനാണ് രക്ഷകൻ എന്നാണ് അതിന്റെ അർത്ഥം. നീ ചെന്ന് പറയണം. അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പൊ യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടത് ഇസ്രയേലിന്റെ വിടുതലിന്റെ സമയമായപ്പോൾ ആത്മാവായ സർവശക്തനായ ഏകദൈവം യഹോവ എന്ന നാമത്തിൽ വെളിപ്പെട്ടു. എന്നിട്ട് ഇസ്രയേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ എന്ന നാമം ഇസ്രയേലിന് വേണ്ടി മാത്രം വെളിപ്പെടുത്തിയ, ഇസ്രയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം സർവശക്തനായ ദൈവം സ്വീകരിച്ച ഒരു നാമമാണ് യഹോവ എന്നുള്ള നാമം. ഞാനൊരു വാക്യം നിങ്ങളുടെ മുൻപിലേക്ക് ഇപ്പൊ കൊണ്ടുവരാം. യെശയ്യാ പ്രവചനം 52 അധ്യായത്തിന്റെ 6 വാക്യം ഞാനൊന്ന് വായിക്കാം. യെശയ്യാവ് 52:6. ഒന്ന് ശ്രദ്ധിച്ചാലും പ്രിയ സ്നേഹിതരെ. അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവൻ എന്ന് അവർ അന്നറിയും. അപ്പൊ യഹോവ എന്നുള്ള നാമം താൽക്കാലിക നാമമാണെന്ന് ഇവിടെ വ്യക്തമായല്ലോ. യെശയ്യാവിന്റെ കാലത്ത് യെശയ്യാവ് പറയുകയാ, യഹോവ പറയുകയാ, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. നാമം എന്ന് പറഞ്ഞാൽ പേരെന്നാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്റെ ജനം എന്റെ പേരറിയും, അന്നറിയും. അപ്പൊ ഇതുവരെ അറിഞ്ഞതോ? അത് ഇസ്രയേലിന് വേണ്ടി, ഇസ്രയേലിന്റെ പരിശുദ്ധനായ യഹോവ, ഇസ്രയേലിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ. അപ്പൊ എവിടെയൊക്കെ യഹോവയുണ്ടോ അതിനടുത്തൊരു ഇസ്രയേലും ഉണ്ട്. അപ്പൊ ഇസ്രയേലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഇസ്രയേലിനെ രക്ഷിക്കേണ്ട സമയമായപ്പോൾ, ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് അവനെ വിടുവിക്കേണ്ട സമയമായപ്പോൾ, അവന് വേണ്ടി മാത്രം സർവശക്തനായ ദൈവം സ്വീകരിച്ച ഏക നാമമാണ് യഹോവ എന്നുള്ളത്. ഇനി നമുക്ക് വേണ്ടി, അതുകൊണ്ടല്ലേ നമുക്ക് യഹോവയുടെ നാമത്തിൽ രക്ഷയൊന്നുമില്ല. നമുക്ക് രക്ഷയ്ക്ക് നൽകിയ ഒറ്റ നാമമേ ഉള്ളൂ. അത് ആത്മാവായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. 1 തീമോഥെയോസ് 3:16 ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട സമയത്ത് സ്വീകരിച്ച നാമം. മത്തായി 1:21 അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ഇരിക്കുന്നുകൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. ദൈവം തന്റെ ജനത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി സ്വീകരിച്ച നാമം യേശു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോസ്തലന്മാർ പറയുന്നത്, മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏകനാമം രക്ഷയ്ക്ക്, ഏകദൈവം രക്ഷിക്കുവാൻ പഴയ നിയമത്തിലെ യഹോവയായി വെളിപ്പെട്ട അതേ ദൈവം തന്നെ, ആ ദൈവം ആത്മാവായിരിക്കിയാൽ, ആത്മാവായ ദൈവം മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ രക്തം ചൊരിയണം,
ജഡത്തിൽ വെളിപ്പെടണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ രക്തം ചൊരിഞ്ഞു, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, അവൻ ജഡവും രക്തവും ഉള്ളവനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ, കാൽവരിയുടെ ഗിരിത്തടത്തിൽ അവൻ നമുക്ക് വേണ്ടി കൈകാലുകൾ വിരിച്ചു. അവന്റെ അവസാനത്തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഊറ്റിത്തന്നു. ഹല്ലേലൂയ. ഒരപ്പൻ തന്റെ മക്കളോട് കാണിച്ച യഥാർത്ഥമായിട്ടുള്ള ഒരു കടപ്പാട്. ഹല്ലേലൂയ. ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം മറ്റൊന്നില്ല. നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു. അപ്പൻ ജീവനെ തരുവാൻ വേണ്ടി സ്വീകരിച്ച ഈ ജഡത്തെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. ജഡം, അവൻ സ്വീകരിച്ച ജഡത്തെയാണ് പുത്രത്വം എന്ന് പറയുന്നത്, പുത്രൻ എന്ന് പറയുന്നത്. അപ്പൻ സ്വീകരിച്ച ഈ ജഡത്തെയും അപ്പൻ ആത്മാവായി പ്രവർത്തിച്ച അതിനെയും രണ്ട് വ്യക്തികളായി ചിത്രീകരിക്കുന്നത് അത് പൈശാചികമാണ്, അത് ബാബിലോണിയമാണ്, അത് അപ്പോസ്തോലികമല്ല. അത് യഹോവ സാക്ഷി ആയിരുന്നാലും ആരായിരുന്നാലും. ഹല്ലേലൂയ. ആ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ വെളിപ്പാട് ഈ അന്ത്യകാലത്തുണ്ടാകണം. അത് നമുക്ക് ദൈവസന്നിധി താഴ്മയോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ വിനയത്തോടെ ദൈവവചനം ധ്യാനിക്കുകയും ദൈവവചനത്തിൽ ഉള്ളത് വിശ്വസിക്കുകയും ദൈവവചനത്തിൽ ഇല്ലാത്തത് പൂർണ്ണമായി നമ്മൾ വലിച്ചെറിയുകയും വേണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഒന്നാമത് യഹോവസാക്ഷി എന്തറിയണം? ദൈവത്തെ അറിയണം. പഴയ നിയമത്തിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു എന്ന് ഗ്രഹിക്കണം. അത് ഗ്രഹിച്ചിട്ട് വേണം പഠിപ്പിക്കാൻ ഇറങ്ങാൻ. ഒന്നാമത് നമ്മുടെ നിലയിൽ കയറണം, നമുക്കത് ബോധ്യമാകണം. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും, അതുകൊണ്ട് ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നതെന്ന് അവർ അന്നറിയും. യഹോവ പറയുക, അതുകൊണ്ട് എന്റെ ജനം എന്റെ നാമത്തെ അറിയും. അറിഞ്ഞു എന്നല്ല, അവിടെ അറിയും. അത് ഭാവിയെ കുറിച്ച് കാണിക്കുക. ഭാവിയിൽ എന്റെ ജനം എന്റെ നാമത്തെ അറിയും. ഹല്ലേലൂയ. ഞാൻ തന്നെയാകുന്നു പ്രസ്താവിക്കുന്നവനെന്ന് അന്നറിയും. എന്നറിയുന്ന നമുക്കറിയാം. കാലസമ്പൂർണതയിൽ യേശു ക്രിസ്തു അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം, അതും ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കാം. ഇതിന്റെ ഒത്തുവാക്യം കേട്ടോ. യെശയ്യാപ്രവചനം 52-ന്റെ ഇണവാക്യമാണ്. യെശയ്യാപ്രവചനത്തിലുണ്ടല്ലോ 34-16. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുവിൻ, ഇണയില്ലാത്ത ഒന്നും കാണുകയില്ല. യഹോവയുടെ വായല്ലോ കൽപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ യെശയ്യാപ്രവചനം 52-ന്റെ 6-ാം വാക്യം യഹോവ പറഞ്ഞു, അന്നാളിൽ എന്റെ ജനം എന്റെ നാമത്തെ അറിയും, ഞാനാകുന്നു പ്രസ്താവിക്കുന്നതെന്ന് അന്നാളിൽ അറിയും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാ കേട്ടോ. ഞാൻ വായിക്കാം. Therefore my people shall know my name. Therefore they shall know in that day that I am he. ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ എന്റെ ജനം അറിയും. ഞാൻ അവനാകുന്നുവെന്ന്, ഞാൻ തന്നെയാണ് അവനെന്ന്. യഹോവ പറയുക, ഞാൻ തന്നെയാണ് വരാനുള്ളവനെന്ന്. ഞാനാകുന്നവൻ ഞാനാകുന്നു. I am that I am. ഞാനാകുന്നു അവനെന്ന്. അപ്പൊ യേശു അത് പറയുന്നുണ്ടെന്ന് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അവിടെ പറയുന്നത് ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കണമെന്നാണ്.
എന്നാൽ അതിന്റെ ഇംഗ്ലീഷ് ഞാനൊന്ന് വായിക്കാം. ഇഫ് യു ബിലീവ് നോട്ട് ദാറ്റ് ഐ ആം ഹി, യു ഷാൽ ഡൈ ഇൻ യുവർ സിൻസ്. നിങ്ങളെ അതാ നോക്കി ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. ഇഫ് യു ബിലീവ് നോട്ട് ദാറ്റ് ഐ ആം ഹി, ഞാൻ അവനാകുന്നു എന്ന് അന്നാളിൽ നിങ്ങൾ അറിയുമെന്ന് പ്രവാചകന്മാരിലൂടെ യഹോവ പറഞ്ഞിരിക്കുക. ഞാൻ അവനാകുന്നു. ഇവിടെ ഒന്നുകൊണ്ട് യേശു പറയുക ഞാൻ അവനാകുന്നെന്ന്. മനസ്സിലായോ? പ്രിയ സ്നേഹിതരെ, വിശുദ്ധ ബൈബിള് പഠിക്കേണ്ട വിധത്തിൽ പഠിക്കണം. ഹല്ലേലൂയ. അത് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കണം. യേശു പറയുക എന്താ പറഞ്ഞത്? ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ പാപങ്ങളിൽ മരിക്കും. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, യേശു യഹോവയാണെന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, അത് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങൾ പാപങ്ങളിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കുറച്ച് രോഗം സഹിക്കവും കുറച്ച് അത്ഭുതങ്ങളുമൊക്കെ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കുഴപ്പമില്ല കേട്ടോ. ഇവിടെ നമുക്ക് അല്പസുഖത്തോടും സൗഖ്യത്തോടും വലിയ നിലയിലൊക്കെ ജീവിക്കാം. പക്ഷെ അക്കരെ പോകണമെങ്കിൽ വചനം അനുസരിക്കണം. അക്കരെ പോകണമെങ്കിൽ അറിയേണ്ടത് അറിയണം. യഹോവയെ യേശു ആരാണെന്ന് അറിയണം. അത് വ്യക്തമായിട്ട് ബൈബിൾ നമ്മൾ പഠിക്കണം. യഹോവയും യേശുവും ആരാണെന്ന് അറിയണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ അതിന്റെ 3-ാം വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ കിട്ടണമെങ്കിൽ എന്തറിയണം? ഏകസത്യ ദൈവവും യേശുവും ആരാണെന്നുള്ള അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഏകസത്യ ദൈവവും യേശു ക്രിസ്തുവും രണ്ട് വ്യക്തികളാണെന്ന് അറിയണമെന്നല്ല അവിടെ. അതാണ് ഇന്നത്തെ തെറ്റിദ്ധാരണ. അതാണ് യഹോവ സാക്ഷികളുടെയൊക്കെ പഠിപ്പിക്കൽ. അത് ദുരുപദേശമാണ്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെയും അറിയുന്നത് അതാണ് നിത്യജീവൻ. ആ അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നത്. ഏകസത്യ ദൈവവും ഇതാരെഴുതുക? യോഹന്നാൻ എഴുതിയതാണ്. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നത് നിത്യജീവനാകുന്നു. അതേ യോഹന്നാനോട് ചോദിക്കാം, ഈ ഏകസത്യ ദൈവം ആരാണ്? നിത്യജീവൻ എങ്ങനെ കിട്ടും? അതേ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായമല്ല 5-ാം അധ്യായത്തിന്റെ ഞാനിപ്പോൾ തന്നെ എടുത്ത് വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ചാലും 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഞാനിവിടെ വായിക്കാൻ താല്പര്യപ്പെടുക. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നുവെന്നും, ആരാ വന്നത്? ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ആരാ വന്നത്? ദൈവപുത്രൻ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല യഹൂദന്റെ ചിന്ത. യഹൂദന്മാര് താൻ ദൈവപുത്രനെന്ന്, യേശു പലപ്പോഴും മനുഷ്യപുത്രൻ എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിനും കാരണമുണ്ട് കേട്ടോ. അതിനും കാരണമുണ്ട്. യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞ അവസരത്തിൽ അവർ കല്ലെടുത്തു. യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാ കല്ലെടുക്കുന്നത് എന്നെ എറിയാൻ? യേശുവിനോട് അവര് പറഞ്ഞ വാക്കെന്താ? നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കിയത് കൊണ്ടാണ്. അപ്പൊ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചിന്തയല്ല നമ്മുടെ ജാതികളായ നമ്മുടെ ചിന്ത. നമ്മൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യപുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ പുത്രനും പിതാവും രണ്ടാണെന്നും ഇങ്ങനെ പല പല ചിന്തയിലേക്കൊക്കെ നമ്മളെ കുഴപ്പിച്ച് കളയുന്ന പരിപാടിയാണ്. എന്നാൽ അവര് ദൈവപുത്രൻ എന്ന് പറഞ്ഞ ഉടനെ അവർ കല്ലെടുത്തു. യേശു അധികം പ്രാവശ്യം ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടില്ല. ദൈവപുത്രൻ എന്ന് പറഞ്ഞ ഉടനെ അവർ കല്ലെടുത്തു. ഇവിടെയും യോഹന്നാൻ പറയുക, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. ആ അറിവാണ് നമ്മളെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്നത്. അതറിയണം. ഏകസത്യ ദൈവവും യേശു ആരാണെന്ന് അറിയണം. ഈ അറിവ് നമ്മളെ നിത്യജീവനിലേക്ക് നമ്മളെ നടത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങോട്ട് ആനയിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ
അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. നാം സത്യദൈവത്തിൽ, സത്യദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ഏകസത്യദൈവം. നാം ഏകസത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. യേശു ക്രിസ്തുവിൽ നാം ആയാൽ, യേശു ക്രിസ്തുവിനെ അറിയേണ്ട വിധത്തിൽ അറിഞ്ഞാൽ സത്യദൈവത്തെ അറിഞ്ഞു. അത് അറിയേണ്ട വിധത്തിൽ അറിഞ്ഞില്ലെങ്കിലോ സത്യദൈവത്തെ അറിഞ്ഞില്ല. സത്യദൈവത്തെ കാണിച്ചു തരണമെന്ന് പീലിപ്പോസ് ഒരിക്കൽ ചോദിച്ചു. യെശയ്യാവ് 14-ാം അധ്യായം. പീലിപ്പോസ് ചോദിച്ചു, ദൈവത്തെ കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. യേശു എന്താ പറഞ്ഞത്? മകനെ, നീ കിടന്ന് കൂടുതൽ ഇപ്പോഴൊന്നും ബഹളം വെക്കണ്ട, നമുക്ക് നിത്യത ചെല്ലുമ്പോൾ സത്യദൈവത്തെ കാണാം. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, സത്യദൈവത്തെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, ആ സത്യദൈവത്തെ കണ്ടാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് പീലിപ്പോസിനോട് ചോദിച്ചത്, പീലിപ്പോസേ, ഞാൻ ഇത്രയും കാലം നിന്നോടുകൂടി ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരുമെന്നാ ചോദിച്ചത്. വേറെ പിതാവിനെ കാണിച്ചു തരാൻ പറ്റില്ല. പിതാവിനെ കാണണമെങ്കിൽ അത് പിതാവ് ആത്മാവായ ദൈവമാ. ആത്മാവായ ദൈവത്തെ കാണണമെങ്കിൽ യേശുവിലേക്ക് നോക്കണം. യേശുവിനെ കാണാത്തവൻ, യേശുവിനെ അറിയാത്തവൻ പിതാവിനെ അറിഞ്ഞിട്ടില്ല. എന്താ കാരണം? പിതാവ് ആരെന്ന് ആര് വെളിപ്പെടുത്തും? പുത്രൻ വെളിപ്പെടുത്തും. പുത്രൻ വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ പിതാവിനെ നമുക്ക് മനസ്സിലാവുള്ളൂ. പുത്രൻ വെളിപ്പെടുത്തിയോ? വെളിപ്പെടുത്തി. ഞാനും പിതാവ് ഒന്നാകുന്നു. പിതാവിനെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇത്രയും കാലം നിന്നോടുകൂടെ ഇരുന്നിട്ട്, നിങ്ങളോടുകൂടെ ഇരുന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസേ? ദൈവത്തിന് സ്തോത്രം. പ്രിയ സ്നേഹിതരെ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരുവനല്ല യേശു. ക്രിസ്തു എന്ന ദൈവം മർമ്മമാണ്. അത് വെളിപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തണം. അത് ബാബിലോണിൽ നിന്ന് കിട്ടിയ ദുരുപദേശം യഹോവ സാക്ഷി പഠിപ്പിക്കുന്ന പോലെയല്ല. പിതാവും പുത്രൻ 2 വ്യക്തികളാണ്, 2ഉം 3ഉം വ്യക്തികളാണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന അത് ബാബിലോണിയമാണ്. അപ്പോസ്തോലികമല്ല, ദൈവികമല്ല, പരിശുദ്ധാത്മാവല്ല അതിന്റെ ഉപജ്ഞാതാവ്. ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ അന്ത്യകാലത്ത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ, ഏകസത്യദൈവത്തിൽ, അതാണ് സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. പിന്നെ പറയുക, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുവിനെ അറിയുന്നതാണ് നിത്യജീവൻ എന്ന് പഠിപ്പിച്ച അതേ യോഹന്നാൻ തന്നെ ആ ഏകസത്യദൈവവും നിത്യജീവനും യേശുക്രിസ്തുവാകുന്നുവെന്ന് പഠിപ്പിക്കുവാൻ മറന്നില്ല. താൻ വഞ്ചിച്ചില്ല. താൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ഇത് കൂടുതൽ നമ്മൾ ഈ നാളുകളിൽ പഠിക്കണം. ഞങ്ങളത് പഠിപ്പിക്കാനായിട്ട് ദൈവജനത്തിന്റെ സത്യം പഠിപ്പിക്കാനായിട്ട് ഒരു ഗ്രൂപ്പുണ്ട്. കേരളത്തിലും മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് അതിൽ വചനം പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ആ ഗ്രൂപ്പ് നിങ്ങൾ കാണണം. ആ ഗ്രൂപ്പിലൂടെ ഈ സത്യങ്ങൾ അറിയണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളുമായിട്ട് സംവാദം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരാം. ഈ അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അത് ലഭിക്കുവാനായിട്ട് ഇടയായി തീരും. ഇന്ത്യയിലുള്ള ഏത് ഭാഷയിലും, ഇപ്പോൾ ഇന്ത്യയിൽ സംസാരിക്കാറുള്ള ഏത് ഭാഷയിലും, ഇംഗ്ലീഷ് ആകട്ടെ, മലയാളമാകട്ടെ, തമിഴാകട്ടെ, ഹിന്ദിയാകട്ടെ, മറാഠിയാകട്ടെ, കന്നഡയാകട്ടെ, തെലുങ്കാകട്ടെ, ഏത് ഭാഷയിലും നിങ്ങളോട് സംസാരിക്കാനുള്ള ദൈവദാസന്മാര് ആ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ തയ്യാറായാൽ ഞങ്ങളും തയ്യാറാണ് എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ഞാനിപ്പോൾ ഇങ്ങനെ വരാൻ കാരണം ഒരു യഹോവസാക്ഷിക്കാരന്റെ പ്രതികരണം സത്യദൈവം ഏതാണെന്ന വ്യക്തിക്ക് അറിയത്തില്ല. യഹോവസാക്ഷിക്കാരൻ സത്യദൈവത്തെ അറിയുന്നവനല്ല, അവൻ അറിഞ്ഞിട്ടില്ല. ഇസ്രയേൽ
വേണ്ടി വെളിപ്പെട്ട, ഇസ്രായേലിന് വേണ്ടി മാത്രം വെളിപ്പെട്ട, ഇക്കാലത്ത് രക്ഷ ഒരിക്കലും ലഭിക്കാത്ത ഒരു നാമവും പിടിച്ചുകൊണ്ട് അവർ നടക്കുന്നത്. യഹോവയുടെ നാമം മോശമൊന്നുമല്ല. അത് മോശമെന്ന് പറയാൻ ഞാൻ ആളല്ല. ഇക്കാലത്ത് യഹോവയുടെ നാമത്തിന് രക്ഷയില്ല. ഹല്ലേലൂയ. അപ്പൊ സൃഷ്ടിതാവ് ആരാണ്? ദൈവം എത്ര പേരുണ്ട്? ദൈവത്തിന്റെ നാമം എന്താണ്? പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയ തന്റെ നാമം ഏതാണ്? യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ യേശു ക്രിസ്തു പറയുകയാണ്, യഹോവ പറയുകയാ, അന്നാളിൽ എന്റെ ജനം എന്റെ നാമത്തെ അറിയും, ഞാൻ അവനാകുന്നുവെന്ന് അന്നാളിൽ അറിയും. യോഹന്നാൻ 8:24 നമ്മൾ വായിക്കുമ്പോ യേശു പറയുക, ഞാൻ അവനാകുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാവങ്ങളിൽ മരിക്കും. പ്രിയ സ്നേഹിതരെ, നമ്മൾ ഒരുപക്ഷെ പാസ്റ്റർമാരായിരിക്കാം, സുവിശേഷം അറിയിക്കുന്നവരായിരിക്കാം, യഹോവ സാക്ഷി എന്ന് പറയുന്ന ദുരുപദേശത്തിന് അടിമയായിരിക്കാം. എങ്കിലും സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് അദ്ദേഹം പറയുന്ന വേറൊരു ഭാഗം കൂടെ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. പിന്നെ അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ അലക്സ് എന്ന് പറയുന്ന യഹോവ സാക്ഷിക്കാരൻ പറഞ്ഞിട്ടുള്ള വാക്ക്, യേശു ഇപ്പോൾ സ്വർഗത്തിൽ യഹോവയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. യഹോവയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. സത്യത്തിൽ നമ്മുടെ മലയാളം ബൈബിളിനകത്ത് ഉള്ള ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ വലതുഭാഗം. സ്തെഫാനോസ് അത് പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വലതുഭാഗം എന്ന് ബൈബിൾ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അവിടെ പറയുന്നത് റൈറ്റ് സൈഡ് എന്നല്ല, റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലം കരത്തിന്മേൽ. ഈ ദൈവത്തിന്റെ വലം കരം എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവം ആരാണെന്ന് പഠിക്കണം. ദൈവം ആത്മാവാ. ആത്മാവിന് വലതുവശം ഉണ്ടായിട്ടാണോ അങ്ങനെ പറയുന്നത്? ദൈവത്തിന്റെ വലതുവശം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്? ദൈവം ആത്മാവാ. ആത്മാവിന്റെ വലതുവശം ഏതാ? ഒരു പന്തെടുത്താൽ അതിന് വലതുവശം ഇടതുവശം ഉണ്ടോ? നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്നവർക്ക്, സാധാരണ റോഡിന്റെ നമ്മൾ നടക്കുന്ന ആൾക്കാർക്ക് അവരോട് പറയും റോഡിന്റെ വലതുവശത്തോട് നടക്കണമെന്ന് പറയും. വാസ്തവത്തിൽ റോഡിന് വലതുവശവും ഇടതുവശവും ഇല്ല. റോഡിന് രണ്ടു വശമുണ്ട്. റോഡിന് വലതുവശവും ഇടതുവശവും ഇല്ല. നമ്മൾ നടക്കുന്ന വ്യക്തിയുടെയാണ് വലതുവശവും ഇടതുവശവും. ദൈവം ആത്മാവാ. ആത്മാവായ ദൈവത്തിന് വലതുവശമില്ല. ദൈവത്തിന്റെ വലതുവശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അധികാരത്തെയും ദൈവത്തിന്റെ പൂർണ്ണ ശക്തിയെയുമാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഉദാഹരണം പറയാം. നമുക്കറിയാം, ഫറവോന്റെ അടിമനുഖത്തിൽ നിന്ന് ദൈവത്തിന്റെ ജനം വിടുതൽ പ്രാപിച്ച് പോവുകയാണ്. ചെങ്കടൽ തീരത്ത് ചെന്നപ്പോൾ പ്രശ്നമായി. അവർക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മുൻവശത്തേക്കോ പുറകുവശത്തേക്കോ പോകാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി അവിടെ ഉണ്ടായി. ജനമെല്ലാം പിറുപിറുത്തു. ജനം നിലവിളിക്കാൻ തുടങ്ങി. മോശയോട് ദൈവം പറഞ്ഞു, എന്താ നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീട്ടാൻ പറഞ്ഞു. അന്നു രാത്രി ഒരു കിഴക്കൻ കാറ്റടിച്ച് നമുക്കറിയാം ചെങ്കടൽ രണ്ടായിട്ട് മുറിഞ്ഞു മാറി. ഒരു ചെങ്കൽ പാത, ഒരു ഹൈവേ സമുദ്രത്തിന്റെ നടുവിലൂടെ സ്വർഗത്തിലെ തമ്പുരാൻ തങ്ങൾക്ക് വേണ്ടി ഒരുക്കി. അതിലൂടെ അക്കരെ കടന്നു. നമുക്കറിയാവുന്ന ചരിത്രമാണ്, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അക്കരെ ചെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ കണ്ട കാഴ്ച, അവരെ തകർത്ത് കളയുവാൻ വേണ്ടി അവരുടെ പിന്നാലെ ഓടിയെടുത്ത ഫറവോനും സൈന്യവും കടലിന്റെ ഇരു സൈഡിലായി ചത്തടിഞ്ഞു കിടക്കുന്ന ഒരു വലിയ കാഴ്ച കണ്ടു. മിറിയാം എന്ത് ചെയ്തു? തപ്പെടുത്ത് നൃത്തം ചെയ്തു.
അതിനുശേഷം എന്താ അവർ പാടിയത്? ഞങ്ങൾ ദൈവത്തിന്റെ വലങ്കരം ആ ചെങ്കടലിൽ കണ്ടുവെന്നാണ്. ദൈവത്തിന്റെ വലങ്കരം ചെങ്കടലിൽ കണ്ടു എന്ന് പറഞ്ഞാൽ ഒരു കരം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ? ഇല്ല. ദൈവത്തിന്റെ അത്ഭുതം, മഹാത്ഭുതം കണ്ടിട്ട് അവർ പാടി, ഇത് ദൈവത്തിന്റെ വലങ്കരമാണ്. അപ്പോൾ ദൈവത്തിന്റെ മഹാത്ഭുതത്തെ വർണ്ണിക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ വലങ്കരം. ദൈവത്തിന്റെ മഹാത്ഭുതത്തെ, ദൈവത്തിന്റെ അതിശക്തി പ്രവൃത്തിയെ വർണ്ണിക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ വലങ്കരം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. സ്തെഫാനോസ് കണ്ടല്ലോ, ദൈവ മഹത്വവും ദൈവത്തിന്റെ വലതുവശത്ത് യേശു നിൽക്കുന്നത് കണ്ടു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുവശത്ത് യേശു നിൽക്കുന്നത് കണ്ടു. അങ്ങനെയെങ്കിൽ നമ്മൾ ന്യായമായി ചിന്തിക്കണം പ്രിയ സ്നേഹിതരെ. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുവശത്ത് യേശു നിൽക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ട് വ്യക്തികളെ കണ്ടെങ്കിൽ ന്യായമായിട്ട് സ്തെഫാനോസ് എന്താണ് വിളിച്ചു പറയേണ്ടത്? ചിന്തിക്കണേ. ന്യായമായിട്ട് സ്തെഫാനോസ് എന്ത് വേണം വിളിച്ചു പറയാൻ? ദൈവത്തെയും കണ്ടു, വലതുവശത്ത് പുത്രനെയും കണ്ടെങ്കിൽ സ്തെഫാനോസ് എന്ത് വിളിച്ചു പറയണം? മരണസമയമാ സ്തെഫാനോസിന്റെ. എന്ത് വിളിച്ചു പറയണം? പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുന്നു എന്നല്ലേ പറയേണ്ടത്? സ്തെഫാനോസ് അവിടെ രണ്ട് വ്യക്തികളെ കണ്ടില്ല എന്നുള്ളതിന്റെ തെളിവെന്താ? താൻ കണ്ടത് ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ തേജസ്സാണ്. ദൈവ തേജസ്സിന്റെ വലതുവശത്ത് യേശു നിൽക്കുന്ന കാഴ്ചയെ കണ്ടത്. എന്ന് പറഞ്ഞാൽ ദൈവമഹത്വത്തിന്റെ മധ്യത്തിൽ എന്നുള്ള അർത്ഥമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അവിടെ യേശു നിൽക്കുന്നു. അവിടെ പിതാവിനെയും പുത്രനെയും രണ്ട് വ്യക്തികളെ കണ്ടിരുന്നുവെങ്കിൽ സ്തെഫാനോസ് ന്യായമായി വിളിച്ചു പറയേണ്ടത്, പിതാവേ, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കാരണം എന്താ? ആത്മാവിനെ നൽകിയ പിതാവിന്റെ അടുക്കലേക്കാണ് ആത്മാവ് മടങ്ങിപ്പോകേണ്ടത്. യേശു അതല്ലേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു പിതാവേ. ആ പിതാവാണ് ആത്മാവിനെ സ്വീകരിക്കുവാൻ യോഗ്യൻ. പിതാവിന്റെ പക്കലേക്കാണ് ആത്മാവ് മടങ്ങിപ്പോകുന്നതെന്ന് സഭാപ്രസംഗിയും പറയുന്നു. അങ്ങനെ രണ്ട് വ്യക്തികളെ കണ്ടിരുന്നുവെങ്കിൽ പിതാവേ, എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയാതെ സ്തെഫാനോസ് കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറയുകയിൽ അവർ കല്ലെടുത്ത് ഏറ് തുടങ്ങി. വായിച്ചു നോക്കിയോ നിങ്ങൾ മലയാളം ബൈബിളിനകത്ത്? അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിനെ ആരായിട്ട് അവിടെ അംഗീകരിച്ചു? യേശുവിനെ കർത്താവായി, അല്ലെങ്കിൽ യേശുവിനെ യഹോവയായി സ്തെഫാനോസ് അംഗീകരിച്ചു. യേശു മാത്രമാണ് യഹോവയെന്ന് സ്തെഫാനോസ് അവിടെ വിളിച്ചു പറയുകയാണ് ചെയ്തത്. യേശു മാത്രമാണ് ആത്മാവിനെ കൈക്കൊള്ളുന്ന പിതാവെന്ന് അവിടെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അവര് കല്ലെടുത്തത്? അതെ, അതുകൊണ്ട് തന്നെയാ. ഞാൻ ആ വാക്യം ദയവായിട്ട് നമ്മുടെ മാന്യ സ്നേഹിതരെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ 59-ാം വാക്യമാണ് കേട്ടോ. താൻ പറയുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതിന്റെ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു സ്തെഫാനോസ്. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. 55-ാം വാക്യമാണ്. ദൈവമഹത്വമാ കണ്ടത്, ദൈവത്തെ അല്ല. ദൈവമഹത്വമാ. ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത്, ദൈവമഹത്വത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ സ്ഥലത്ത് യേശു നിൽക്കുന്ന കാഴ്ച കണ്ടു. രണ്ട് വ്യക്തികളെ സ്തെഫാനോസ് കണ്ടില്ല. രണ്ട് വ്യക്തികളെ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന ബാബിലോണിയമാണ്. അത് അപ്പോസ്തോലികമല്ല, അത് ബൈബിളിലുള്ളതല്ല. ഹല്ലേലൂയ. അപ്പോൾ
അതിന്റെ 59-ാം വാക്യം, കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. കർത്താവായ യേശുവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. വേറൊരു പിതാവിനെ അവിടെ കണ്ടിരുന്നെങ്കിൽ എന്റെ പിതാവേ എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നല്ലേ സ്തേഫാനോസ് പറയേണ്ടത്? വേറെ പിതാവിനെ കണ്ടില്ല. പിന്നെന്താ കണ്ടത്? ദൈവമഹത്വം കണ്ടു. ദൈവമഹത്വത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്ന കാഴ്ച കണ്ടു. പ്രിയ സ്നേഹിതരെ, ബൈബിൾ പഠിക്കേണ്ട വിധത്തിൽ പഠിച്ച് നമുക്ക് നിത്യതയിൽ പോകണം. ഈ അന്ധകാരം നിറഞ്ഞ, അക്രമങ്ങൾ നിറഞ്ഞ, ചതിയും വഞ്ചനയും നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പോകണം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടേക്ക് നമുക്ക് പോകണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ അലസ് എന്ന് പറയുന്ന ഈ സഹോദരന് ദൈവജനത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. ഇവിടെ ഒരു കമന്റ് ഇട്ടാൽ മതി, ഫോൺ നമ്പർ തന്നാൽ മതി, ഞങ്ങൾ വിളിക്കാം. സത്യം അറിയണം. ഞാനിവിടെ നിർത്തുകയാണ്. ഇതുകൊണ്ട് തീർന്നില്ല. ഒത്തിരി ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. ദൈവജനത്തിലൂടെ പഠിച്ച് നമുക്ക് മുൻപോട്ട് പോകണം. നമ്മൾ ഇവിടെ കിടക്കാനുള്ളവരല്ല. നമുക്ക് അക്കരെ ഒരു നാടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം ഭവനം ഇവിടെയല്ല. നമ്മുടെ താൽക്കാലികമായി മാത്രം വസിക്കുന്നവരാ. നമുക്ക് നിത്യമായ ഒരു ഭവനം സ്വർഗത്തിലുണ്ട്. ആ ഭവനത്തിൽ നമുക്ക് പോയേ തീരൂ. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.